ഇന്നേ നല്ലൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയാലോ? ഞാനിന്ന് ഈ മൺചട്ടിയിലാണ് തീയൽ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇതൊരു 10 ചെറിയ ഉള്ളി ഉണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഈ ഒരു രീതിക്ക് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഇത് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പാവയ്ക്ക ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഇളക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാവയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ വെള്ളവും വേകാൻ ആവശ്യത്തിനുള്ള പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കാം. ഇനി തീയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പൊടികളും തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പാവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വേവിക്കാം. തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.